ഹായ് ഫ്രണ്ട്സ്, അച്ചോയ്സ് ടാക്കിൾസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആക്ച്വലി കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു കടക്കാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഞാൻ പറയുന്നില്ല, നോർത്തിലൊക്കെ ചില കടക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും സർവീസ് വളരെ കുറവാണ്, എല്ലാ കടക്കാരും ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അൺബോക്സിംഗ് ആണ്. പിന്നെ ഞാൻ ഇച്ചിരി ഇതായിട്ട് സംസാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഉറക്കം വന്നിരിക്കുക. ഇന്നലെ കുഞ്ഞിൻ്റെ അടുത്ത് പോയിക്കായിരുന്നു, കുഞ്ഞ് ഉറക്കിയില്ല. അപ്പം ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെയർ വന്നാൽ നമുക്ക് ഷോപ്പിൽ സർവീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സർവീസിന് നമ്മൾ ഓരോ റീലുകളുടെ സ്പെയറുകൾ നമ്മൾ പണിഞ്ഞിറക്കുന്ന, നമുക്ക് ഇതൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയും സ്പെയറുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നമ്മളപ്പം സ്പെയറുകൾ ഉണ്ടാക്കിയിട്ട് വരുത്തുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ലോഡ് നമുക്ക് ഈ പ്രാവശ്യം ഇന്ന് വന്നിട്ടുണ്ട്. നിലവിൽ ഈ ഒരു അൺബോക്സിങ് ഒരു രീതിയിലും കേരളത്തിലെ അല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഷോപ്പുകാരും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇത് കാണിക്കുന്നത്. നമുക്കിത് ആദ്യമേ കുറേ നിരത്തി വെക്കാം, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ബ്രാസയിലാണ് ഉണ്ടാക്കി വന്നിരിക്കുന്നത്. ബ്രാസ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഷിമാനോയുടെ ഗിയറും അതേപോലെ നമ്മുടെ അബുഗാർസിയുടെ ബ്ലാക്ക് മാക്സ്, പ്രോ മാക്സിൻ്റെ, സിൽവർ മാക്സിൻ്റെ ഒക്കെ ഗിയറുകളും ഒക്കെയാണ് നിലവിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഏകദേശം ഇത്രയും സ്പെയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പം ഏകദേശം ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ബോക്സിനകത്ത് വന്നിട്ടുള്ള ചെറിയൊരു ക്വാണ്ടിറ്റി സാധനമാണ്. ആക്ച്വലി ഇത്രയും സാധനങ്ങൾ എബോ 60K 60,000 രൂപയ്ക്ക് മുകളിലുള്ള സ്പെയർ ഉണ്ട്. ഇത്രയും സാധനം കാര്യം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ SLX കുറാഡോ അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ഷിമാനോയുടെ SLX കുറാഡോ അങ്ങനെ വരുന്ന മോഡലുകളുടെ ഗിയറുകളാണ് അല്ലേ. എൻ്റെ ഗിയറുകളാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഗിയറാണ്. പിന്നെ സോറി ഫ്രണ്ട്സ്, ഇടയ്ക്കൊരു കോൾ വന്നായിരുന്നു. അപ്പം ഇതൊക്കെ നമുക്ക് ഷിമാനോ SLX കുറാഡോ അങ്ങനെ വരുന്ന അതിൻ്റെ ഗിയറുകളാണ് വന്നേക്കുന്നത്. അത് നമുക്ക് അത്യാവശ്യം ലെഫ്റ്റും റൈറ്റും നമ്മളിപ്പം ഇറക്കിയിട്ടുണ്ട്. പിന്നെ SLXൻ്റെ തന്നെ മെയിൻ ഷാഫ്റ്റ്, SLXൻ്റെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സംഭവമാണ് മെയിൻ ഷാഫ്റ്റ്. ഞാനത് കാണിച്ചു തരാം. ഇത് മെയിൻ ഷാഫ്റ്റും അതിൻ്റെ നട്ടും ബ്രാസിൽ വന്നേക്കുന്നതാണ്. കണ്ടോ, മെയിൻ ഷാഫ്റ്റും എൻ്റെ നട്ടും ബ്രാസിൽ വന്നേക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒറിജിനൽ ഇതിൻ്റെ ഒറിജിനൽ നട്ടും അതിൻ്റെ ഷാഫ്റ്റുമാണ്. നമ്മൾ സാമ്പിളിന് കൊടുത്തിട്ട് അതേ മെഷർമെൻറ്റിൽ സാധനം നമുക്ക് അടിച്ചു കിട്ടിയേക്കുന്നതാണ്. എല്ലാം സെയിം മെഷർമെൻറ്റിൽ കിട്ടും. നമുക്ക് അതുപോലുള്ളൊരു ക്രാഫ്റ്റ് മാൻ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ അടിച്ച് കിട്ടുന്നത്. എനിവേ, അപ്പോൾ ഇത് SLXൻ്റെ ഷാഫ്റ്റ് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഇത് മേ ബി ഇത് രണ്ടും SLXൻ്റെ ആണ്. പിന്നെ ഇതാണെങ്കിൽ ഷിമാനോയുടെ സ്കെയ്സ് എന്ന് പറയുന്ന ഒരു റീലിൻ്റെ പാർട്ടാണ്. ഷിമാനോയുടെ സ്കെയ്സ്, ഓൾഡ് മോഡൽ സ്കെയ്സിൻ്റെ പാർട്ടാണ്. അതും ഏകദേശം നല്ലൊരു ക്വാളിറ്റിയിൽ സാധനമുണ്ട്. പിന്നെ ഇതേപോലെ ഇത് SLXൻ്റെ ഇതിൻ്റെയൊക്കെ പിനിയൻ ഗിയറുകളാണ്. പിനിയൻ ഗിയറുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. SLXൻ്റെ ഗിയർ ലെഫ്റ്റും റൈറ്റും ആണ്.
പിന്നെ ഈ വന്നേക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബു ഗാർസിയുടെ ബ്ലാക്ക് മാക്സ്, പ്രോ മാക്സ്, സിൽവർ മാക്സ് അങ്ങനെ പറയുന്ന റീലുകളുടെ ഗിയറുകളാണ്. അത് നമുക്ക് ലെഫ്റ്റും റൈറ്റും നിലവിൽ അവൈലബിൾ ആണ്. ഇത് ഗിയർ ചേഞ്ചസ് ആണ്. ഇതാണ് അതിൻ്റെ പിനിയൻ ഗിയർ വരുന്നത്, ഡ്രൈവ് ഗിയർ വരുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടോ. ഇത് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇതൊക്കെ ഷിമാനോ ഗിയർസ്. ഇത് നമുക്ക് ലുക്കാന, ടാക്കുകാന, അതേപോലെ ടൊർണാഡോ അങ്ങനെയൊക്കെയുള്ള റീലുകൾക്ക് വരുന്ന ഇതാണ്. നമ്മുടെ അകത്തൊരു ഫൈബർ ഗിയർ വരും, ആ ഫൈബർ ഗിയറാണ്. നമുക്കതും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ചെറിയ ഗിയറും വലിയ ഗിയറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ സർവീസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റിയിൽ സ്പെയർ ഉണ്ടാക്കിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് വാറണ്ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടും നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് മാക്സിമം ഒരു കസ്റ്റമറിന് അതിൻ്റെ ലൈഫ് ലോങ് അവർക്കത് വേണ്ടാന്ന് വെക്കുന്നത് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ സ്പെയറുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഡിമാൻഡ് അനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എനിവേ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കത്തില്ല ആരോടും. പക്ഷേ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം സ്പെയർ അവൈലബിലിറ്റി. ഞാനിപ്പം നിലവിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ഡിമാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. മുന്നോട്ട് പോകും തോറും നമ്മുടെ ഷോപ്പിൽ വരുന്ന എല്ലാ റീലുകളും അത്യാവശ്യം സ്പെയർ ഞാൻ അവൈലബിൾ ആക്കും. കാരണം നമുക്ക് സർവീസ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു സെറ്റപ്പ് ചെയ്യും. പിന്നെ ഈ സ്പെയറുകളൊന്നും നമ്മൾ പുറത്ത് കൊടുക്കത്തില്ല. ആ സ്പെയറിൻ്റെ കാര്യത്തിന് വേണ്ടി ആരും ചോദിക്കരുത്. നമുക്ക് സ്പെയർ നമ്മുടെ ഷോപ്പിൽ സർവീസിന് വേണ്ടി മാത്രമാണ്. എനിവേ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.